വിവാദ മലപ്പുറം പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മാത്രമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശമെന്നും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകിയ പരിപാടിയിലായിരുന്നു ഈ ന്യായീകരണം. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ്. എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ വേദിയെ അഭിസംബോധന ചെയ്തത്. കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ കാലാവസ്ഥയാണെന്നും എല്ലാ മതവിഭാഗത്തിലുമുള്ളവരെയും ചേർത്തുപിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഗണിക്കാനും നടപടികൾ ആത്മാർത്ഥമായ ഇടപെടലുകൾ അദ്ദേഹം നടത്താറുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മൂന്നാം വട്ടവും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ അന്ന് നടത്തിയ പ്രസംഗം നമുക്കൊന്ന് കേട്ടുവരാം. ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? മഞ്ചേരി ഉള്ളതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് കുറച്ചു പേർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാനൊരു അവസരം ലഭിക്കും. എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് വോട്ട് കുട്ടി യന്ത്രങ്ങൾ. പിറ്റേന്ന് ആ പ്രസംഗത്തെ ന്യായീകരിക്കുകയുണ്ടായി വെള്ളാപ്പള്ളി. അത് ഏറ്റുപിടിച്ചാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. ആ ന്യായീകരണവും നമുക്കൊന്ന് കേട്ടുവരാം. ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. നിങ്ങളൊന്ന് ആലോചിക്കണം, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ 56% മുസ്ലിങ്ങളുള്ളൂ. ഇതാണ് മലപ്പുറം. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു രാജ്യമെന്ന് പറയാൻ സാധിക്കില്ല. അത് മുസ്ലിങ്ങളുടെ ആധിപത്യമാണെന്ന് പറഞ്ഞിങ്ങനെ പരത്തുകയല്ലേ ഓരോരുത്തരും. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഇന്ന് പതിവിലുമധികം പിണറായി വിജയൻ വാഴ്ത്തിപ്പാടുന്നത്, ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിലൊന്നും പിണറായി വിജയനെ സ്തുതി പാടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ പുകഴ്ത്തുക തന്നെയായിരുന്നു. ആ വിദ്വേഷ പ്രസംഗത്തെ ന്യായീകരിക്കും മട്ടിലായിരുന്നു പിണറായി വിജയൻ്റെ പ്രസംഗം. എങ്ങനെയാണ് പിണറായി വിജയൻ ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 30 വർഷം തികയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചത്? അരുൺകുമാർ, ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം ഈഴവ വോട്ട് ബാങ്കിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് തിരിച്ചറിയുന്ന CPM SNDPയെയും വെള്ളാപ്പള്ളി നടേശനെയും കൂടുതൽ ചേർത്ത് നിർത്തുകയാണ്. മലപ്പുറം വിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ അതേ വേദിയിൽ വെച്ച് പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലപ്പുറം എന്ന ഒരു ജില്ലയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരാമർശമല്ല വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്, പകരം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരാമർശമാണ് എന്നും മുസ്ലിം ലീഗിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. എന്നാൽ ഇത്തരം ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തണമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള കുറവുള്ളത് കൊണ്ടല്ല താനിത് പറയുന്നത്. ഇതാണ് നാട്. ഏതിനെയും വക്രീകരിക്കാൻ നോക്കുന്ന കാലമാണ്, ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലമാണ് ഇത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന ആവശ്യം ചില കോണുകളിൽ നിന്ന് ഉയരുമ്പോഴാണ് അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം തന്നെ പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുകയും ചെയ്തത്. നേരത്തെ CPMന്റെ ജനറൽ സെക്രട്ടറിയായ MA ബേബി അടക്കം വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പരാമർശത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അതിന് തയ്യാറായിട്ടുമില്ല. മാത്രവുമല്ല, ഇത്തരത്തിൽ BJPക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തിരുകേശ വിവാദത്തിൻ്റെ സമയത്ത് കാന്തപുരത്തെ അതേ വേദിയിലിരുത്തി വിമർശിച്ച ആളാണ് മുഖ്യമന്ത്രി. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ ഒരു തരത്തിൽ പോലും വിമർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. അരുൺകുമാർ. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.